ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബേസിക്കലി അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ സാധനം ബാക്ക് പാക്ക് ചെയ്യണം അതാണ് മെയിൻലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പോകുന്നത്. നിങ്ങളൊരു അന്നപൂർണ്ണ ട്രക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സോ വാട്ട് ഓൾ തിങ്സ് യു ഷുഡ് പാക്ക് ഇൻ എ ബാഗ്. സോ വിച്ച് മീൻസ് ബാക്ക് പാക്ക് എന്തൊക്കെ കരുതിയിരിക്കണം ഞാൻ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. സോ ദെൻ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ, എൻ്റെ മുടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. സംഭവം നിങ്ങൾക്ക് ആദ്യം തന്നെ എടുത്ത വ്യൂ കാണിച്ചതാണ്. ഞാനിപ്പോൾ അന്നപൂർണ്ണയിൽ നിന്ന് റിട്ടേൺ അടിക്കുക. അപ്പം റിട്ടേൺ വലിയ കുഴപ്പമില്ല, ലൈക്ക് താഴോട്ട് ഇറങ്ങിപ്പോണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കയറാൻ പണിയുണ്ട്. അപ്പം ഇതിൻ്റെ വ്യൂ നിങ്ങൾ നോക്കിക്കോ, ഇറ്റ്സ് പ്രിറ്റി ഓസം. അവിടെയൊക്കെ സംഭവം ക്ലൗഡ്സ് ഫുള്ളായതുകൊണ്ടാണ് ഒന്നും കാണാത്തത്. അല്ലെങ്കിൽ ഇത് മൊത്തം നിങ്ങൾക്ക് ഫുൾ മൗണ്ടൻസും സ്നോ നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ പറയുന്നതാണ്, ആക്ച്വലി നിങ്ങളിപ്പം കണ്ടിന്യൂസ്ലി ട്രെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെ സാധനം നിങ്ങൾ ബാഗിൽ പാക്ക് ചെയ്യണം. സോ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നോക്കാം. അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വാട്ട് ഓൾ തിങ്സിൽ ഫുഡാണ് മെയിൻ കാര്യം. ഫുഡ് മാക്സിമം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കാം. സോ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഗ്യാസോ സ്റ്റൗവോ നാട്ടിൽ നിന്ന് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആക്കണ്ട. സോ ദെൻ നിങ്ങൾക്ക് പൈസയും നേപ്പാളി പൈസയും റെഡ്യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ലാഭാക്കാൻ പറ്റും. സോ ആഫ്റ്റർ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പൈസ കുറക്കാൻ പറ്റും. ആൻഡ് ഓൾസോ പ്രിപ്പയർഡ് ആയിരിക്കാനും പറ്റും. സോ ഗ്യാസും ഒരു സ്റ്റൗവും ബ്യൂട്ടൈൻ ഗ്യാസും നിർബന്ധമാണ്. ഇനി ഇതിനുണ്ടാക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ട കുറച്ച് എസെൻഷ്യൽ ഫുഡ് ഐറ്റംസിലൊന്നാണ് മാഗി. ഇവിടെ മുകളിൽ കയറിയ നൂഡിൽസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഉയരം കൂടുന്തോറും ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ആവട്ടെ, നൂഡിൽസ് കഴിക്കുന്ന ഒരാളായിക്കോട്ടെ, നല്ല പൈസയാണ് ഇടാം. 200-300 എന്നല്ല, നേപ്പാളി 1000, ഇന്ത്യൻ മണി ഒരു 600-ലുണ്ടാവും. അപ്പം നിങ്ങളൊരു 10-15 നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് മാക്സിമം മാഗി ലോഡ് ചെയ്യാൻ നോക്കാം. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ക്യാരി ചെയ്ത എസെൻഷ്യൽ ഫുഡ് ഐറ്റംസിൽ ഒന്നാണ് മാഗി. പിന്നെ മാക്സിമം നിങ്ങൾ ലൈറ്റ് ഫുഡ്സ് ക്യാരി ചെയ്യേണ്ട ഒരു സാധനങ്ങളാണ് സ്നിക്കേഴ്സ്, ചോക്ലേറ്റ്സ്. സ്നിക്കേഴ്സിൽ മിനീസ് വാങ്ങിക്കുക, അതാകുമ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ ഉള്ളത് പ്രോട്ടീൻ ബാർ. പ്രോട്ടീൻ ബാറിന് കുറച്ച് വില കൂടുതലാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങാം. ഞാൻ വെറും 4 വാങ്ങിച്ചിട്ടുള്ളൂ, 2 കയറുന്ന ദിവസം കഴിയുകയും ചെയ്തു. ഓക്കെ, സോ അത്രത്തോളം തന്നെ. പിന്നെ പ്രോട്ടീൻ ബാറും മിനീസിൻ്റെ സ്നിക്കേഴ്സ് എന്ന് വെച്ചാൽ 400 400 മിനീസ് കിട്ടും. അത് ഏകദേശം എനിക്ക് പൈസ അറിയില്ല, 400 റുപ്പീസ് സംതിങ് തന്നെയാണ്. അത് വാങ്ങാൻ നോക്കിക്കോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫുഡിൽ വേറെ ക്യാരി ചെയ്യേണ്ട ഒരു മെയിൻ സാധനമാണ് ORS. ആക്ച്വലി അത് അറിയുന്നവരുണ്ടാവും, അതൊരു മെഡിസിൻ ഐറ്റമാണ്. ഐ തിങ്ക് വെള്ളം ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടാൻ പണിയാണ്. 200-300 രൂപയ്ക്കൊക്കെ ഉണ്ടാവും ഒരു കുപ്പിക്ക്, നേപ്പാളി മണി. അപ്പോൾ വാങ്ങിക്കാണ്ടിരിക്കുക മാക്സിമം. എത്ര പൈസ ഉള്ള ആളായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിരുന്നത്. സോ മാക്സിമം വെള്ളം നിങ്ങൾ ഈ വരുന്ന ഓരോ തോടുകളിൽ നിന്നും കാര്യങ്ങളൊക്കെ എടുക്കുക. പക്ക പ്യുവർ വെള്ളം. എനിക്ക് കുടിച്ചിട്ട് ഇന്നേരം ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെയർ ഇസ് നോ പ്രോബ്ലം. ഇനി അത്ര വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയർ എന്ന് പറഞ്ഞൊരു മെഡിസിൻ മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സോ അത് അവൈലബിൾ ആണ്, അത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സോ മെഡിക്കൽ ഷോപ്പിൽ ആ സാധനം അവൈലബിൾ ആയിട്ട് ചെറിയ പൈസയേ ഉള്ളൂ, 60 റുപ്യ ഇത്രയേ ഉള്ളൂ. അപ്പം അത് ആ ഒരു ടാബ്ലറ്റ് നിങ്ങൾ വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി. സോ ദെൻ ആ ഒരു പ്രശ്നം തീരും, വാട്ടറും പ്യൂരിഫയറും. സോ നിങ്ങൾക്ക് ആ വെള്ളവും കുടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ മെഡിസിനിൽ വേറൊരു ചൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് നിങ്ങൾ ORSഉം വാട്ടർ പ്യൂരിഫയറും അതേപോലെ തന്നെ ഡയാമാക്സിൻ എന്ന് പറഞ്ഞൊരു ഓൾട്ടിറ്റ്യൂഡ് മെഡിസിൻ. ഇറ്റ്സ് ആക്ച്വലി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ഷുഡ് ക്യാരി ദാറ്റ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഗാൻദ്രൂക്കിൽ നിന്നും നോർമലി താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് കയറുമ്പോൾ ഉയരം കൂടുന്തോറും നിങ്ങളുടെ കാര്യങ്ങൾ ബ്രീതിങ് പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പം ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറഞ്ഞൊരു പ്രശ്നങ്ങൾ വരും. അത് ചിലപ്പോൾ ഛർദി ഉണ്ടാവും, ലൈക്ക് തലവേദന ഉണ്ടാവും, ക്ഷീണമുണ്ടാവും, ബോഡി പെയിൻ ഉണ്ടാവും. അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ സോ ദെൻ യു ഷുഡ് ടേക്ക് ദിസ് ടാബ്ലറ്റ്. ദെൻ ഇറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്, ഐ വിൽ സേ. സോ അതൊരു നല്ല ഓപ്ഷനായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം ചൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു മെഡിസിൻ വാങ്ങാം. ആ മെഡിസിന് പക്കാ പൈസ കുറവാണ്. അതൊരു 5 ഡോസോ 6 ഡോസോ മാക്സിമം വാങ്ങാൻ പറ്റുമോ നോക്കാം. സോ
സോ മെഡിസിൻസ് മാക്സിമം ഇത്ര ക്യാരി ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വയറിളക്കോ നടുവേദനയോ ഷോൾഡർ പെയിനോ ബാക്ക് പെയിനോ അല്ലെങ്കിൽ ബോഡി പെയിൻ്റെ എന്തെങ്കിലും പെയിൻ റിലീഫറാ അങ്ങനത്തെ അതുപോലെ തന്നെ മൂവ് പിന്നെ സ്പ്രേ എന്ന് വെച്ചാൽ നമുക്ക് ഓയിൻമെൻ്റ് ആയിട്ടുള്ള കാലുവേദന മുട്ടുവേദനയൊക്കെ വന്ന പരട്ടേണ്ട ഈ സാധനങ്ങൾ ഇതാണ് ഞാൻ വേറെ എടുത്ത സാധനങ്ങൾ. സോ ഇതൊക്കെ വളരെ നെസസറി ആയിട്ട് എടുക്കേണ്ട സാധനങ്ങളാണ്, ആരും ഇത് നെഗ്ലക്റ്റ് ചെയ്തത്. ഓക്കെ സോ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് മൂവിങ് ടു ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ടാക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രെക്കിങ് ചെയ്യുന്നതിൻ്റെ ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ആൾക്കാർ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യും. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ഓരോരോ യാത്രയിൽ ഷെയർ ചെയ്യുന്ന ഓരോരോ പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കും മുകളിലോട്ടേക്ക് കയറാനുള്ള ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. കാരണം അതൊരു ഒരു മോട്ടിവേഷൻ പോലെയാണ്. കാരണം എല്ലാവരും ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് കയറിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ കയറുമ്പോൾ നമ്മൾ മൂടൊക്കെ ഫുൾ ചതഞ്ഞിരുന്നു ഒരുമാതിരി ആണ്. അപ്പോൾ ആ ടൈമിൽ നമ്മളോട് മുകളിൽ നല്ല അടിപൊളിയാണ് ഇങ്ങനെ പറയുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനായി മുകളിൽ കയറാനല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ആളെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂവിങ് ടു ഡ്രസ്സിൻ്റെ അതിൽ വരുമ്പോൾ നിങ്ങൾ ABC മാത്രം കറങ്ങാൻ വരുന്ന ഒരാളാണെങ്കിൽ നേപ്പാളിൽ അങ്ങനെയാണെങ്കിൽ ഐ വിൽ സേ വെറും ഒരു ടീഷർട്ടും ഒരു ട്രാക്ക് പാൻസും അല്ലെങ്കിൽ ഒരു ട്രൗസേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തോ. വെറും ഒരു ഡ്രസ്സ് മാത്രം, അതായിരിക്കും നല്ല ഓപ്ഷൻ എന്ന് പറയാം. ഹായ് ബ്രോ, യുവർ ഫ്രണ്ട് ഈസ് സ്റ്റിൽ അപ്പ് ദേർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സോ മാക്സിമം ഒരു ടീഷർട്ടും ഒരു ഡ്രസ്സും ചൂസ് ചെയ്യുക. കാരണം അതേ വേണ്ടു, വെറുതെ വരുന്നല്ല. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബാഗിൻ്റെ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾ ഈ പണിയെല്ലാം മൊത്തം കയറണം വിചാരിക്കുന്നില്ല. മിനിമം നിങ്ങളൊരു എക്സ്പേർട്ട് ആളാണെങ്കിൽ തന്നെ 2 ദിവസം മിനിമം എന്തായാലും കയറാൻ വേണം. കാരണം രാത്രി നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലും സ്റ്റേ അടിക്കണം ഈ പറയുന്ന ഓരോ പോയിൻറ്റ്സിന്. സോ കുറച്ച് പണിയുള്ള കേസാണ്, വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ ഡ്രസ്സ് മാക്സിമം റെഡ്യൂസ് ചെയ്തോ. ഇനി അതല്ല നിങ്ങൾ നേപ്പാളും വേറെ ഇടയ്ക്കും കറങ്ങിയിട്ട് അതിനിടയ്ക്ക് ABC ചെയ്യാനുള്ള പ്ലാനാണെങ്കിൽ അതിനനുസരിച്ച് ഡ്രസ്സ് എക്സ്ട്രാ എടുത്തോ. ബട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഹോട്ടൽസോ കാര്യങ്ങളൊക്കെ വെച്ച് മാക്സിമം വെക്കാം. ഹായ് ഭയ്യ. ഹായ്. സോ അതാണ് എൻ്റെ പ്ലാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം ഏതെങ്കിലും ഹോട്ടൽസിലാണ്ടും ഇവിടെ നേപ്പാളിൽ നിങ്ങൾക്കിപ്പോൾ ABC ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് കാര്യങ്ങൾ വെക്കാൻ പറ്റും, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് അവർ ചിലപ്പോൾ എക്സ്ട്രാ ചാർജൊക്കെ മേടിക്കും ഹോട്ടലിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. അതിനേക്കാൾ ബെറ്റർ നിങ്ങൾ ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് റിട്ടേൺ അടിക്കുന്നത് ABC നേപ്പാളിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ ഏതെങ്കിലും സ്റ്റേ ചെയ്ത ഹോട്ടലിൽ അവരോടൊന്ന് മയങ്ങി നല്ല സമാധാനത്തിൽ ചിരിച്ചെല്ലാം സോപ്പിട്ട് സംസാരിച്ച് നിങ്ങൾ അവിടെ ഡ്രസ്സ് കീപ്പ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ല, റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ട്, അറിയുണ്ടാവില്ല. 24 മണിക്കൂറത്തേക്ക് 30-20 റുപ്യ അത്രയും ഉണ്ടാവും. ഇപ്പോൾ എത്ര ദിവസം വെക്കുന്നോ അതിനനുസരിച്ചുള്ള പൈസ നിങ്ങൾ കൊടുക്കുക. പക്ഷെ ആരും ഈ ഒരു 30-40 രൂപ ഒരു ദിവസം വെച്ച് 5 ദിവസം ആകുമ്പോഴത്തേക്ക് 500 റുപ്യ 600 റുപ്യ ആവുമെന്ന് വെച്ച് കൊടുക്കാണ്ടിരിക്കരുത്. ഞാൻ പറയാം, 2 ദിവസം എന്നല്ല, 2 മിനിറ്റ് നിങ്ങൾ മല കയറുമ്പോൾ തന്നെ നിങ്ങൾ ഈ വെയിറ്റും ചുമന്ന് കയറുമ്പില്ലേ, നിങ്ങളെ ബാഗ് താഴെ മലേൻ്റെ മുകളിൽ നിർത്തിയിടാമെന്ന് വിചാരിക്കും. അമ്മാതിരി മൈൻഡ് എൻ്റെ മൈൻഡിൽ വന്നേ. എൻ്റെ അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായതുകൊണ്ടാണ് പറയും. കാരണം ഞാൻ ഡൽഹി നേപ്പാളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഡ്രസ്സ് എടുത്തത്. സോ അതൊന്നും ഇപ്പോൾ നടക്കാത്തതുകൊണ്ടാണ് പറഞ്ഞേ, കഷ്ടകാലത്തിന് മുകളിൽ കയറി തന്നെ. സോ ഡ്രസ്സ് മാക്സിമം ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ചോ. ABC മാത്രം വരാനുള്ള പ്ലാനിങ് ആണ്. ഒരു ടീഷർട്ട് ഇത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മൾക്ക് ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ഡ്രസ്സ് എടുക്കാൻ നോക്കട്ടോ. എന്ന് വെച്ചാൽ തെർമൽസ്, പാൻറ്റിൻ്റെ തെർമൽസ്, മുകളിലിടേണ്ട തെർമൽസ്, അതിൻ്റെ സെക്കൻഡ് ലെയർ, പിന്നെ നല്ല ക്വാളിറ്റി ജാക്കറ്റും. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇവിടെ ഇടുന്ന ഒരു സാധനമുണ്ട്, ഫേസ് മാസ്ക് പോലത്തെ. അത് ഫുള്ളി കവേർഡ് ആണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഹാഫ് കവേർഡ് അത് എടുക്കുക. അതും ഒരു ഓപ്ഷനാണ് നോക്കുക. പിന്നെ ഗ്ലൗസ്, നല്ല ഗ്ലൗസും ഷോക്സും മസ്റ്റാണ്. കൈ നല്ല രീതിയിൽ തണുക്കും, വിചാരിക്കുന്ന പോലെയല്ല. അപ്പം ഇതൊക്കെ മെയിനായിട്ടുള്ള ഡ്രസ്സാണ്. ഇതെന്തായാലും എടുക്കണം, ഇതെപ്പോൾ നിങ്ങൾ പോകുമ്പോൾ എടുക്കണം. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുകളിൽ ലെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു നോർമൽ ടൈപ്പ് ഓഫ് ട്രാക്ക് സൂട്ട്സും ഒരു ടീഷർട്ട് മാത്രം മതി. അത് മതി. കാരണം ഒന്നാമത് നിങ്ങൾ വേർക്കും, നല്ല ഡ്രസ്സൊന്നും വേണ്ട. മുകളിലെത്തിയാൽ നിങ്ങൾ ഈ ടീഷർട്ടിൽ നിൽക്കുകയും ചെയ്യില്ല. തെർമൽ സെറ്റിലുള്ള ഫോട്ടോ ആയിരിക്കും നിങ്ങൾ എല്ലാവരും പോസ്റ്റ് ചെയ്യുക, കാണിക്കുക, സേവ് ചെയ്യുക. അപ്പോൾ ഈ ജാക്കറ്റ്സ്, ഇതായി കാണുന്ന ജാക്കറ്റ്സ് നിങ്ങൾ കാണിക്കും. സോ ഇതാണ് മെയിൻ സാധനങ്ങൾ. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ലെയർഡായിട്ട് ഡ്രസ്സ് ഇട്ടാൽ മതി. എന്നുവെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ജാക്കറ്റ്സ് ഒന്നും ഇടില്ല, നല്ലോണം വേർക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, സോ ഡ്രസ്സിൻ്റെ ആഫ്റ്റർ ഓൾ ഇതാണ് സംഭവങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വലിയ എസെൻഷ്യലായിട്ടുള്ള വലിയ പ്രധാന ഐറ്റംസ് ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമായി എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുക്കുക. പക്ഷേ ABCയിലേക്ക് പോകാനാണെങ്കിൽ അതൊക്കെ നിങ്ങൾ റിസ്ക്കിലെടുക്കുക. എപ്പോഴും ഓർക്കുക, നിങ്ങൾ വെയിറ്റും ചുമന്ന് ഒരു 10-15 കണക്കിന് സ്റ്റെപ്സ് കയറേണ്ടതാണ്, ഇറങ്ങേണ്ടതാണ്. ഇപ്പോൾ വെയിറ്റ് ഉണ്ടെങ്കിൽ മോനെ മുട്ട്, കാല്, താഴെ, നടു, ഷോൾഡർ ഇതൊക്കെ വേദന എടുക്കും. പിന്നെ നിങ്ങൾ അത്രക്കും അത് ലൈക്ക് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം മൗണ്ടൻ ക്ലൈംബ് ചെയ്ത് വെയിറ്റൊക്കെ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനറോ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഉള്ള ആളാണെങ്കിൽ
എന്തായാലും ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ലെഗ് പെയിൻ ഒക്കെ എന്തായാലും ഉണ്ടാവും. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ മുതൽ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലയാൾക്ക് അത് നാട്ടിലെത്തി റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഉണ്ടാവുക, ചിലയാൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഇടക്കും വരാം, ഇടയ്ക്ക് വരാതിരിക്കാം. അത് ഡിപ്പെൻസാണ് ഒരാളുടെ ബോഡി കൺസേണിങ് പോലെ. ഓക്കെ, സോ അത് നിങ്ങളെ റിസ്കിലേക്ക് നിങ്ങളായി ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ബ്രോ. ഓക്കെ, സോ ആഫ്റ്റർ ഓൾ അതാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. മാക്സിമം വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് വരാൻ നോക്കാം. സോ അപ്പോൾ അത്രേ പറയാനുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക ബേസിക്കലി. സോ ബാക്കി നിങ്ങൾക്ക് ചാർജർ, കാര്യങ്ങൾ, മൊബൈൽ ആക്സസറീസ് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. മാക്സിമം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. അതാകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് മുകളിൽ കയറാം. പിന്നെ എസ്പെഷ്യലി നിങ്ങൾ ഈ സീസണിൽ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. കീപ് ട്രാക്കിങ്, ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ എന്താ പറയുക, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്സസറീസ് കാര്യങ്ങൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങളെ ചാർജർ, മൊബൈൽസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇയർഫോൺസ്, അതൊക്കെ ആവശ്യമുള്ളത്. എന്താ വെച്ചാൽ വേറെ പിന്നെ കാര്യമൊന്നുമില്ല. എന്തായാലും ABC പ്ലാനിങ് എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്. വേറെ ട്രിപ്പ് അടിക്കുന്ന ആളല്ല. ABC വരുമ്പോൾ നമ്മളെ ക്ലോത്ത്സിലെ തെർമൽസ്, ലൈക്ക് ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ ഡ്രസ്സസും മാക്സിമം എടുക്കാൻ നോക്കുക. ഗ്ലൗസ് കാര്യങ്ങൾ അതൊക്കെ. അതുപോലെ തന്നെ ഒരു ഷർട്ടും, പിന്നെ മാക്സിമം ഒരു ഹായ്, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഓക്കെ, ഒരു ഷർട്ടിയും അതുപോലെ തന്നെ ഒരു ടീഷർട്ടും ഒരു ഇത് മതി. ഇത്രയും ഞാൻ പറയും. അപ്പോൾ അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളെ നമുക്ക്, ഇത്ര സാധനങ്ങളെ നമുക്ക് ഒരു ABC ട്രെക്കിങ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളൂ. വേറെ ഒരു സാധനം ആവശ്യമില്ല. മെയിനായിട്ട് ഫുഡ് ഇവിടുന്ന് ഒന്നും വാങ്ങണ്ടെന്ന് ഞാൻ പറയും. നല്ല പൈസയാണ്. ഉയരം കൂടുന്നവർ ചായൻ്റെ സ്വാദം കൂടുന്നവർ നമ്മളെ മോഹൻലാലല്ലേ പറഞ്ഞേ. അതുപോലെ ഇവിടെ ഉയരം കൂടുന്നവർ ഓരോ സാധനത്തിൻ്റെയും പൈസ കൂടും. എന്ത് പച്ച വെള്ളത്തിനും ഇവിടെ പൈസയാണ്. വൈഫൈക്ക് വരെ പൈസയാണ്. ഇവിടെ ലോഡ്ജിൽ വൈഫൈ ഇട്ടു, റൂംസിൽ ചാർജ് ചെയ്യാൻ, ഫോൺ ചാർജ് ചെയ്യാൻ എല്ലാം പൈസയാണ്. പിന്നെ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. സോ അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രേ ഷെയർ ചെയ്യാനുള്ളൂ. എൻ്റെ ഏകദേശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ പാക്ക് ചെയ്തേ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അത് നിങ്ങളതാണ്. ഞാൻ എന്തായാലും ആവശ്യത്തിനുള്ളൊരു സാധനങ്ങളാണ് ലിസ്റ്റായിട്ട് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളിത് ബാക്ക് പാക്ക് ചെയ്ത് ചൂസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണം ഉണ്ടാവും ഞാൻ പറയാം ട്രെക്കിങ് ചെയ്യുമ്പോൾ. സോ ആഫ്റ്റർ ഓൾ ദിസ് ഈസ് ഓൾ ദ വീഡിയോ. ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ ബാക്ക് പാക്കിംഗ് വിച്ച് ഐ ടുക്ക് ഓൾ ദ ഐറ്റംസ്. ഓക്കെ, സോ ഇത്രയും ഞാൻ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നല്ല ചോദിക്കുന്നത്, അഥവാ ഇത് ആരെങ്കിലും പോകുന്നിട്ട് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ ദാറ്റ് സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സത്യം പറഞ്ഞാൽ തളർന്നിരിക്കുക. എനിക്ക് 2 അക്ഷരം പറയാനുള്ള ആരോഗ്യം പോലും ഇല്ല. സോ അത്രയേ ഉള്ളൂ.